എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നെഞ്ചക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് സൈഡിൽ ക്യാച്ച് ചെയ്യുന്നത് രണ്ട് ടെക്നിക്സാണ്. ഒന്ന് സ്ട്രൈക്ക്, രണ്ട് ക്യാച്ച്. സ്ട്രൈക്ക് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യുന്നു, ക്യാച്ച് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ആ കൈ കൊണ്ട് തന്നെ സ്ട്രൈക്ക് ചെയ്യാം എയ്തർ, അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്ന കൈ കൊണ്ട് തിരിച്ച് സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, വൺ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുക. വൺ, അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്ന കൈ കൊണ്ട് നമുക്ക് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ സ്ട്രൈക്ക് ചെയ്യാം. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ റിസ്റ്റ് കൂടുതൽ ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. റിസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഓക്കെ. ക്യാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫിംഗേഴ്സ് മാക്സിമം വൈഡായിട്ട് വെച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ തമ്പിൻ്റെ ഈ ഒരു ബോൺ പാർട്ടിൽ വന്നടിക്കും, അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ ടിപ്പിലോ അല്ലെങ്കിൽ ഈ ബോണി പാർട്ടിൽ വന്നടിക്കും. അപ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഉള്ളം കയ്യിലാണ് ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ. സ്ട്രൈക്ക് ചെയ്തിട്ട് സ്കൂപ്പാണ് ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടാണ് ക്യാച്ച് ചെയ്യുന്നത്. കണ്ടോ? ക്യാച്ച്, 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 ക്യാച്ച്. എന്നിട്ട് ക്യാച്ച് ചെയ്യുന്ന കൈ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തിരിച്ച് അടുത്ത സ്ട്രൈക്ക് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ്, സ്ട്രൈക്ക് പിന്നെ ക്യാച്ച്. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കഴിയുന്നത് സ്ലോ ആയിട്ട് ചെയ്യുക. സ്ലോ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ ആ ടെക്നിക്ക് നമ്മൾ ആദ്യം പഠിക്കുക. ഓക്കെ, സ്ലോയിൽ ചെയ്ത് കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതും ക്യാച്ച് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം നമുക്ക് സ്ട്രൈക്ക് മാത്രം വേണം ചെയ്യാം. 1 1 2 3 4 5. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഹാൻഡ് കൊണ്ട് വീണ്ടും ചെയ്യാം. സ്ട്രൈക്ക് 1 2 3 4 5 6. നമ്മൾ പതുക്കെ ചെയ്യുക. ഇവിടെ വന്നിട്ട് റിസ്റ്റ് ഒന്ന് കറക്റ്റ് സ്ലൈഡായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പീഡും സ്പീഡും കൂടും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണോ എയിം ചെയ്യുന്നത് അവിടെ നമുക്ക് നെഞ്ചക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. 1 2. വൺസ് നമ്മൾ സ്ട്രൈക്ക് സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് കൈയുടെ ഹാൻഡ് കോർഡിനേഷൻ നോക്കുക. ഓക്കെ, 1. പറഞ്ഞല്ലോ, കൈയുടെ വിരലുകൾ എപ്പോഴും വൈഡായിട്ട് വെച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഫോം നെഞ്ചിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് രണ്ട് കൈയുണ്ട്. വൺസ് ഇത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ചേഞ്ച് ചെയ്ത് സെയിം ടൈമിൽ 1 2 3 4 5 6 7 8 9 10 11 ഇങ്ങനെ ഫുട് വർക്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഇത് അഡ്വാൻസ് നെഞ്ചക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ബിഗിനേഴ്സ് ലെവലിലുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, നെഞ്ചക്ക് സ്ട്രൈക്ക്, ലെഗ് മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കിത് ടാർഗറ്റിലൊന്ന് സ്ട്രൈക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ലെഗ്, ഇപ്പം റൈറ്റ് ലെഗോ അല്ലെ ലെഫ്റ്റ് ലെഗോ, ഫ്രണ്ടിൽ ഒന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടൊന്ന് ആഞ്ഞ് ഇങ്ങനെയൊന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രൈക്ക് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഫുട് വർക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ
സ്ട്രൈക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂവായി നിൽക്കുക. അതായത് രണ്ട് ലെഗും ഇങ്ങനെ മൂവായി നിന്നിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ബാക്കിലോട്ടൊന്ന് പുൾ ഓഫ് ചെയ്യുക. വീണ്ടും സ്ട്രൈക്ക് ഫ്രണ്ടിലോട്ട് കയറി ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സ്ട്രൈക്ക്, ക്യാച്ച്, ഫുട് വർക്ക്. ഓക്കെ, നമ്മൾ ഒരു ടാർഗറ്റിൽ എയിം ചെയ്ത് സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിക്കിൻ്റെ കൂടുതൽ കൺട്രോൾ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇതുപോലെ ഒരു പഞ്ച് ബോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെന്നീസ് ബോളോ അങ്ങനെ എന്തെങ്കിലും കെട്ടിത്തൂക്കിയിടാം, വാട്ടർ ബോട്ടിൽ കെട്ടിത്തൂക്കിയിടാം, എന്നിട്ട് പഞ്ച് ചെയ്ത് പഠിക്കാം. സ്ട്രൈക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, സ്ട്രൈക്ക്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.